അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റിയില്ല. അതൊരു തീരാ നഷ്ടം തന്നെയാണ്. പിന്നെ ശ്രീനേട്ടൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു. അതായത് ആ കാലഘട്ടത്തിലെ പല സിനിമകളും തിരക്കഥ പൂർത്തിയാക്കിയിട്ടല്ല തുടങ്ങിയിരുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ജനറേറ്റർ, നല്ല ശബ്ദമുള്ളൊരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ തൊട്ടടുത്തൊരു കസേരയും ഒരു ടീപ്പോയും കൊടുത്ത് പേപ്പറും പേനയും കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കും. ഇവിടെ നിന്ന് സ്ക്രിപ്റ്റ് എഴുതി പേപ്പറുകളിങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പറന്നുകൊണ്ടിരിക്കും. അതായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനങ്ങളാണെങ്കിൽ, ഇനി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല സുഹൃത്താണ്. ഞാനൊക്കെ ശ്രീനേട്ടാന്ന് വിളിക്കുമ്പോൾ അത്രയും സ്നേഹത്തോടെ എന്നെ വിളിച്ചിരുന്നത്. ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്നു. എന്നാൽ മനസ്സിൽ പിടിക്കാത്ത കാര്യങ്ങൾ ഇനി ആരുടെ മുഖത്ത് നോക്കി പറയും. അതിപ്പോൾ ചാനലിലായാലും സ്റ്റേജിലായാലും എവിടെയായാലും അദ്ദേഹം അത് പറയും. അതിൻ്റെ പേരിലൊക്കെ വിമർശനങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും പുള്ളി കാര്യമായിട്ട് എടുക്കാറില്ല. ഇന്നലെ മുതൽ ഞാൻ കാണുന്നത് മലയാളത്തിൻ്റെ മുഴുവൻ മീഡിയാസും, മലയാളികൾ മുഴുവനും ഈ ഒരൊറ്റ മനുഷ്യൻ്റെ മരണത്തിൽ ദുഃഖം നേർന്നുകൊണ്ട്, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരൊറ്റ മനുഷ്യൻ്റെ പിറകെയാണ്. അത് ആ മനുഷ്യനുണ്ടാക്കി വെച്ച അത്യപൂർവമായ സൃഷ്ടികളുടെ ഒരു തിരിച്ചു കൊടുക്കുന്ന സമ്മാനമാണ്.